بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മനോഹരമായിട്ടുള്ള ഈ ഒരു ഈദ് സുദിനത്തിൽ എല്ലാവരും ഭക്ഷണ തിരക്കുകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ള തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിലേക്ക് അതിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കൂട്ടുകാരുടെ പലവിധങ്ങളായ പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ ഈ ഒരു എപ്പിസോഡിലും അടുത്തൊരു എപ്പിസോഡുകളിലേക്കായിട്ട് വരാനുണ്ട്. അതെ, നമ്മൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് സൈനുൽ ആബിദ് മലപ്പുറം, ഞാൻ സബീൽ പന്നിക്കോട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേയേറെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയും ഇപ്പോൾ നമ്മുടെ പല കൂട്ടുകാരും ബലി അറുത്ത് അതിൻ്റെ മാംസം വാങ്ങാനും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ പല ശ്രോതാക്കളും അതിൻ്റെ തിരക്കിലാണ്. അതുപോലെ പല ആളുകളും ഭക്ഷണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഭക്ഷണം ഒരുക്കുന്നതിലും ഒക്കെ ആയിരിക്കുള്ളത് തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രോഗ്രാമുകൾ കേട്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾ കളിക്കും മറ്റുമായി പുറത്തേക്ക് പോകുമ്പോൾ അപകടങ്ങളൊന്നും വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പീസ് റേഡിയോയുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത് അയാഷ് അഹമ്മദാണ്. അയാഷ് അഹമ്മദിൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദരണീയരായ രക്ഷിതാക്കളെ, മറ്റു വ്യക്തികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ബലിപെരുന്നാൾ സുദിനത്തിൽ നിങ്ങളെ അഭിമുഖീകരിച്ചുള്ള 2 വാക്ക് പറയാൻ ഭാഗ്യം നൽകിയ സർവശക്തനായ അല്ലാഹുവിന്റെ സ്തുതി. അൽഹംദുലില്ലാ. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം നബിയുടെ ജനനം. ബലിപെരുന്നാളിലൂടെയും ഹജ്ജിലൂടെയും ലോകമെമ്പാടും അനുസ്മരിക്കുന്നു. ഇറാഖിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അന്ധവിശ്വാസത്തിന്റെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും ഈറ്റിലമായ ഊർപ്പട്ടണം. അവിടെയാണ് ആസർ എന്ന പുരോഹിതന്റെ മകനായ ഇബ്രാഹിം എന്ന ഹലീലുയുടെ സൂര്യോദയം. അന്നത്തെ വിശ്വാസ വൈകൃതങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് തൻ്റെ പിതാവ് ആസറും ബാലനായ ഇബ്രാഹിം നിശബ്ദനായില്ല. അള്ളാഹു ചെറുപ്രായത്തിൽ തന്നെ ഇബ്രാഹിം നബിക്ക് റുഷ്ദ് അഥവാ വിവേകം നൽകിയെന്നു വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തൗഹീദിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ജീവനോടെ തീയിലെറിയാൻ അവർ അഗ്നി കൊണ്ട് ഒരുക്കി. സാക്ഷാൽ തൗഹീദിനെ എരിച്ചു കളയാൻ പക്ഷേ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ അല്ലാഹു ഇബ്രാഹിമിനെ രക്ഷിച്ചു. ഇബ്രാഹിം പ്രതിനിധാനം ചെയ്ത തൗഹീദ് അല്ലാഹു അനശ്വരമാക്കി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശമായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിമിന്റെ ജീവിതം. അല്ലാഹുവിന്റെ ഇഷ്ടത്തിനായി നാടും വീടും മാത്രമല്ല സ്വന്തം മകനെ പോലും ബലി നൽകാൻ അദ്ദേഹം തയ്യാറായി. നമ്മുടെ ദുർമോഹങ്ങൾ നമുക്ക് അല്ലാഹുവിന്റെ ഇഷ്ടത്തിനായി ബലി നൽകാനും മില്ലത്ത് ഇബ്രാഹിം കാത്തു സൂക്ഷിക്കാനും ഈ സുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയാഷ് അഹമ്മദിന്റെ ഒരു തീപ്പൊരി പ്രസംഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതെ അതെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബലിപെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്റെ ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രസംഗം. ഒരു തീപ്പൊരി പ്രസംഗം എന്ന് പറഞ്ഞാൽ പോലെ വെടിക്കെട്ട് പ്രസംഗം എന്ന് പറയണം. അതെ അതെ, അത്രയും നല്ലൊരു പ്രസംഗമായിരുന്നു അയാഷ് അഹമ്മദ് അവതരിപ്പിച്ചത്. അയാഷെ ഇത് തുടർത്ത് കൊണ്ട് പോകുവാനും അള്ളാഹു തആല നിനക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അവരുടെ കഴിവുകൾ ഉയർത്തിയെടുക്കാൻ പീസ് റേഡിയോ കുറേയേറെ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത അടുത്ത കൂട്ടുകാരൻ ആരാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അടുത്തതായിട്ട് ഒരു കഥ പറയാനായിട്ട് കൂട്ടുകാരുടെ മുന്നിലേക്ക് വരുന്നത് ഐദിൻ മുഹമ്മദ് ടി, സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒറ്റപ്പാലത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐദിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കഥ കേട്ടിട്ട് വരാം.
പ്രിയപ്പെട്ട ഇസ്മായിൽ, ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യ ഹാജറിനെ പിഞ്ചുകുഞ്ഞ് ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു. അന്നത്തെ മക്കയിൽ നാം കാണാൻ പോകുന്നൊന്നുമല്ല. ഒരാളുമില്ല, ഒരു ജീവിയുമില്ല, ഒരു തുള്ളി വെള്ളം പോലുമില്ല. അവരെ അവിടെ വിട്ട് ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോന്നു. അത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. ഹാജറിൻ്റെ പക്കലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നു, വെള്ളവും തീർന്നു പോയി. ദാഹിച്ചു വലഞ്ഞ കുഞ്ഞ് നിലവിളിച്ചു. ഹാജർ വെള്ളം തേടി നാലുപാട് മൂടി. തൊട്ടടുത്ത സഫ കുന്നിൽ കയറി നോക്കി. അവിടെ നിന്നിറങ്ങി മറവ കുന്നിൽ കയറി നോക്കി. അവർ സഫ മറവ കുന്നുകൾക്കിടയിൽ പലവട്ടം മൂടി. ഹാജർ ഓടി വരുമ്പോൾ അത്ഭുതം, അതാ കുന്നിൻ താഴെ ഒരു ഉറവ പൊട്ടുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്. ഹാജർ വെള്ളം മണൽ കൊണ്ട് തടഞ്ഞു നിർത്തി. ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾ കേട്ടാണ് ഉറവ, അതാണ് സംസം. ഇസ്മായിൽ പറഞ്ഞു വലുതായി, ഉപ്പയുടെ ഒപ്പം പോകാറായി. ഒരു ദിവസം ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെട്ടിയുണ്ടെന്ന് ഒരു സ്വപ്നം കണ്ടതാണ്. നെട്ടിപ്പിക്കുന്ന സ്വപ്നം. അത് സത്യമാണോ? അത് ആലോചിച്ചു. സത്യം തന്നെ, പ്രവാചകന്മാരുടെ സ്വപ്നം വഴിയാണല്ലോ. അതേ എഴുന്നേച്ചു മോനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. താൻ കണ്ട സ്വപ്നം അവന് വിവരിച്ചു കൊടുത്തു. എന്തായിരുന്നു സ്വപ്നമെന്ന് കൂട്ടുകാർക്കറിയാമോ? തൻ്റെ മകനായ ഇസ്മായിലിനെ ബലിയർക്കണമെന്ന് അള്ളാഹു കളിപ്പിക്കുന്നതായിരുന്നു ആ സ്വപ്നം. മോനെ അർക്കണമെന്നോ? അതേ കൂട്ടുകാരെ, അങ്ങനെ തന്നെ. സ്വപ്ന വിവരം കേട്ട ഉപ്പയോട് എന്ത് പറഞ്ഞുവെന്നല്ലേ? ഉപ്പ ഞാൻ റെഡി, ഉപ്പ തയ്യാറായിക്കോളൂ, അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, ഞാൻ ക്ഷമിക്കാം. എൻ്റെ ഒരു നല്ല കുട്ടി, വളരെ കാലം കാറ്റിന് ലഭിച്ച കുട്ടിയാണ് ഇസ്മായിൽ. ഒരുപാട് പാഠങ്ങൾക്ക് ശേഷം ഉമ്മ വളരെയധികം ഓമനിച്ചാണ് അവനെ വളർത്തിയത്. ഇസ്മായിൽ സൽസ്വഭാവിയായി വളർന്നു. കൂടെ നടക്കാതെ ആയപ്പോഴാണ് ബലി കൊടുക്കണമെന്ന കൽപ്പന. അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ. ഉപ്പ ഒരുങ്ങി മകനും. എന്നാൽ ഈ കൽപ്പന ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണമായിരുന്നു. അള്ളാഹു വിളിച്ചു, ഇബ്രാഹിം, നീ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു, പക്ഷേ നീ വിജയിച്ചിരിക്കുന്നു. നീ ഒരാടിനെ ബലിയെടുത്താൽ മതി. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ബലിപ്പെടുന്ന ബലികണം. ദൃഢവിശ്വാസിയായ ഉപ്പ, അതീവ ക്ഷമാലുവായ മകൻ, അവനെ ഒരിക്കൽ ചിരിയായ ഉമ്മ. ഓർത്തു നോക്കൂ, ഇസ്മായിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയെ കഅബ പണിയാൻ സഹായിച്ചു. വലുതായപ്പോൾ വിവാഹം കഴിച്ചു. പേരമക്കളുണ്ടായി. ഇസ്മായിൽ നബി തൻ്റെ നാട്ടുകാരും നമസ്കാരം സക്കാത്തും നിർവഹിക്കണമെന്ന് ഉപദേശിച്ചിരുന്നു. അദ്ദേഹം സത്യസന്ധനും അള്ളാഹു തൃപ്തിപ്പെടുന്നവനുമായിരുന്നു. ഇസ്മായിൽ നബിയുടെ സന്താനമാണ് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മാഷാ അല്ലാഹ്. പ്രവാചകന്മാരുടെ കഥ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. അത് പഠിക്കുന്തോറും അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ നമുക്ക് തോന്നുന്ന കഥയാണ്. അതെ, അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ നമ്മൾ പഠിക്കുകയും നമ്മൾ ഓർത്ത് വെക്കുകയും ചെയ്യേണ്ട ചരിത്രങ്ങൾ കൂടെയാണ് പ്രവാചകന്മാരുടെ കഥകൾ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ പല പേരുകളും പല കളിക്കാരെയും പേരൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, അവരുടെ പാപ്പൻ്റെയും വല്യാപ്പൻ്റെയും പേര് ഓർമ്മ ഉണ്ടാവും. പക്ഷേ പ്രവാചകന്മാരുടെ പേരുകൾ അത് നമ്മുടെ കൂട്ടുകാരൊക്കെ പഠിച്ചു വെക്കുകയും ഓർത്ത് വെക്കുകയും വേണം. അതിന് ഈ ഒരു കഥ പ്രചോദനമാവട്ടെ എന്ന് പറയാം. അതെ, ഈ ഒരു 4 ദിവസങ്ങളിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10-13 ദിവസങ്ങളിലായിട്ട് കൂട്ടുകാരെല്ലാവരും ഒരുപാട് തവണ കേട്ടൊരു പേരായിരിക്കും ഇബ്രാഹിം അലൈഹിസ്സലാം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കേട്ടതാണ് മഹാനായ ഇസ്മായിൽ നബിയെയും ഹാജർ ബീവിയെയും. അവരുടെ ഇബ്രാഹിം നബിയുടെ മകൻ, ഇബ്രാഹിം നബിക്ക് ഒരു മകൻ്റെ പേരെ നമ്മൾ കൂടുതൽ ഓർത്ത് വെക്കാറുണ്ട്. പക്ഷേ മറ്റൊരു മകനും കൂടെ ഉണ്ടായിരുന്നു. അതെ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരൂടെ ഉണ്ട്. അതാണ് നമ്മൾ കൂടുതലും അറിയില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ബനി ഇസ്രായേലികൾ എന്ന് വിളിക്കപ്പെടുന്നത് പോലും. അപ്പോൾ ആ
അതുപോലെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കുറേയേറെ പാഠങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഇത്തരം ആളുകളുടെ ചരിത്രങ്ങൾ, പ്രവാചകന്മാരുടെയും അവരുടെ സന്തത സഹചാരികളായ ആളുകളുടെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക. ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിലെ ഈ കഥ നമ്മൾക്ക് അതിനൊക്കെ പ്രചോദനമാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ബലി പെരുന്നാൾ തൽബിയ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഒരു പാട്ടുമായിക്കൊണ്ട് ആയിഷ ഐസ ഇബ്രാഹിം ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുകയാണ്. ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. നേരം കളയാതെ അറുക്കൂ ബാപ്പ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പ. നേരം കളയാതെ അറുക്കൂ ബാപ്പ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പ. ബലിയായി തവ ദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴും. ബലിയായി തവ ദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴും. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ, തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ, തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ. എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ, എന്താണൊരു ശബ്ദം മുഴങ്ങി കേൾപ്പൂ. എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ, എന്താണൊരു ശബ്ദം മുഴങ്ങി കേൾപ്പൂ. വിധിയെ വിറയ്ക്കാത്തൊരു ഇബ്രാഹീമേ, മദിനി വിജയിച്ച പ്രിയ റസൂലേ. വിധിയെ വിറയ്ക്കാത്തൊരു ഇബ്രാഹീമേ, മദിനി വിജയിച്ച പ്രിയ റസൂലേ. മാഷാ അല്ലാ, നല്ലൊരു പാട്ട്. അതായത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെയും കൊണ്ടുപോയിട്ട് അറുക്കാൻ വേണ്ടി തയ്യാറാവുന്നതും ഇസ്മായിൽ നബി അതിന് തയ്യാറായി അവിടെ പോയി കിടക്കുന്ന രംഗം വരെ ആ പാട്ടിലൂടെ നമ്മളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. അത്രയും നല്ല രീതിയിൽ മോള് നമ്മൾക്ക് ഈ പാട്ട് ആയിഷ ഐസ ഇബ്രാഹിം പാടിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ
ആയിഷയുടെ പാട്ട് നമ്മൾ കേട്ടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്കിതൊക്കെ നൽകുന്ന കുറേയേറെ പാഠങ്ങളുണ്ട് അല്ലേ? അതെ, ഈ ഒരു ബലികർമ്മം എന്നുള്ളത് ആ ഒരു സമയത്താണ് എല്ലാവർക്കും ബന്ധമാക്കപ്പെടുന്നതൊക്കെ ഈ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുമാത്രമല്ല, ഈ ബലികർമ്മത്തിൽ പോലും നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു പാഠം, ഗുണപാഠം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ, ത്യാഗവും അതുപോലെ തന്നെ സഹനവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബലിപെരുന്നാൾ നമ്മളിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ബലിപെരുന്നാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ നേടുകയാണ്. അടുത്ത ഒരു പ്രോഗ്രാമുമായി കൊണ്ട് നമ്മളോടൊപ്പം ചേരുന്നത് ആയിഷ ഫിസ. ഒരു കഥയുമായിട്ടാണ് ആയിഷ ഫിസ വരുന്നത്. DUALP സ്കൂൾ കൂടരഞ്ഞിയിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആയിഷ ഫിസ. ആയിഷ ഫിസയുടെ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നീതിമാനും നല്ലവരുമായ രാജാവിന്റെ കഥയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ജനങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമേ അല്ല. അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കലാണ് അവരുടെ പ്രധാന ജോലി. കാരണം അവർ അലസന്മാരും മടിയന്മാരുമാണ്. അങ്ങനെയിരിക്കെ കുറച്ചകലെയുള്ള വലിയ കുന്നിൻ മുകളിൽ നിന്നും വഴി തടസ്സപ്പെടുന്ന രീതിയിൽ വലിയ പാറകഷ്ണം വന്ന് വീണു. ഈ വിവരം നാട്ടിലെല്ലാവരും അറിഞ്ഞു. പക്ഷെ ആരും തന്നെ അത് നീക്കാനേ ശ്രമിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ അവർ മടിയന്മാരും അലസന്മാരുമാണെന്ന്. രാജാവ് തന്റെ ഭടന്മാരെ പറഞ്ഞയച്ച് അത് ചെയ്യാൻ കഴിയുമെങ്കിലും അദ്ദേഹം അത് ചെയ്തതേയില്ല. അദ്ദേഹം വേഷം മാറി ആ പാറകഷ്ണം വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ മറിഞ്ഞു നിന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു. അതിലൂടെ വലിയ വലിയ ധനികന്മാരും കൊട്ടാരത്തിലെ മറ്റു ജോലിക്കാരും എല്ലാം പോയി. പക്ഷെ ആരും തന്നെ അത് നീക്കാനേ ശ്രമിച്ചില്ല. കുറച്ച് സമയത്തിന് ശേഷം തലയിൽ വലിയ പച്ചക്കറി ചുമടും എത്തി ഒരു കർഷകൻ വന്നു. വഴി തടസ്സപ്പെടുന്ന രീതിയിൽ പാറകഷ്ണം കണ്ട് അദ്ദേഹം തന്റെ തലയിലുള്ള പച്ചക്കറി ചുമട് താഴെ വെച്ച് നീക്കാനേ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിലൂടെ കുറേ ആൾക്കാർ പോയി. പക്ഷെ ആരും തന്നെ അദ്ദേഹത്തിനെ സഹായിക്കാനേ ശ്രമിച്ചില്ല. എത്ര നീക്കിയിട്ടും അത് നീങ്ങുന്നേയില്ല. എങ്കിലും അദ്ദേഹം അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായി അതൊന്ന് കുറച്ചരികിലേക്ക് നീങ്ങി. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം തന്റെ പച്ചക്കറി ചുമട് തലയിൽ വെച്ച് വീട്ടിലേക്ക് യാത്രയാവാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം കണ്ടത് ആ പാറകഷ്ണം വീണ സ്ഥലത്തൊരു പണക്കിഴി. അദ്ദേഹം അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു എഴുത്തുണ്ട്. അത് രാജാവിന്റെ എഴുത്താണ്. ഈ പാറകഷ്ണം മാറ്റിയവർക്കുള്ള സമ്മാനമാണിത്. പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്ത ജോലി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതെടുക്കാൻ മടി തോന്നി. എങ്കിലും രാജാവിന്റെ സമ്മാനമല്ലേ, സന്തോഷത്തോടെ സ്വീകരിച്ച് അദ്ദേഹം തന്റെ പച്ചക്കറി ചുമടിൽ ആ പണക്കിഴി ഇട്ട് വീട്ടിലേക്ക് യാത്രയായി. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് രാജാവ് കാണുന്നതൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല. കൂട്ടുകാരെ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ സത്യവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികളെല്ലാം നാം തന്നെ ചെയ്യുക. മറ്റുള്ളവരെ കാത്തു നിൽക്കരുത്. അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരു ലോകത്തുനിന്നും തരുന്നതാണ്. എൻ്റെ കൊച്ചു കഥയോട് അവസാനിച്ചു. ശുക്രൻ. മാഷാ അല്ലാഹ്. ആയിഷ ഫിസയുടെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് പീസ് റേഡിയോ ശ്രോതാക്കൾ തൽബിയ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കേട്ടത്. അലസതയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ആയിഷ ഫിസ പറഞ്ഞിട്ടുള്ളത്. ആ കഥയിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അലസത വരാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എല്ലാവരോടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത പ്രാർത്ഥനകളിലൊക്കെ പഠിപ്പിച്ചതിൽ ഒന്ന് കാണാൻ കഴിയും. ആയുധ് കെസിൽ, മടിയിൽ നിന്നുള്ള പ്രാർത്ഥന. അല്ലാഹു എന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നുള്ള പ്രാർത്ഥന. അതൊക്കെ നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടിപ്പോൾ ചേർന്നത് ആയിഷ ഫിസയാണ്. അടുത്തത് നമ്മോടൊപ്പം ചേരുന്നത് ആയിഷ ഇശൽ അമൽ. മേപ്പാടി, വയനാട് ജില്ലയിലെ മേപ്പാടി സ്വദേശിയായ ആയിഷ ഇശൽ അമൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആ മേപ്പാടി എന്നിങ്ങനെ പറയുമ്പോഴേ നമ്മളിങ്ങനെ അറിയാതെ ഓർത്ത് പോകുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ കൂടെ ചേർന്നുള്ള നമ്മളെ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല കൂട്ടുകാരും ഇന്ന് ആ ഉരുളുമായി ബന്ധപ്പെട്ട് ചുരൽമലയിൽ നിന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെ പല ആളുകളും ഇപ്പോഴും സ്വന്തം വീടൊന്നുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആയിഷ ഇശൽ അമലിൻ്റെ പാട്ട് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഉടനെ കഴുത്തൻ്റെ ദറുക്കൂബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്ത
ദറുക്കൂബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ ആറ്റക്കനി മോനെ ഇതാ നിന്നെപ്പോൾ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ ആറ്റക്കനി മോനെ ഇതാ നിന്നെപ്പോൾ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ നേരം കളയാതെ അറുക്കൂ ബാപ്പ നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പ നേരം കളയാതെ അറുക്കൂ ബാപ്പ നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പ ബലിയായി തവാദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴും ബലിയായി തവാദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴും ബാപ്പ അവിടെ നദി കാണുന്നു മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു ബാപ്പ അവിടെ നദി കാണുന്നു മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ എന്താണൊരു ശബ്ദം മുഴങ്ങിക്കേൾപ്പൂ എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ എന്താണൊരു ശബ്ദം മുഴങ്ങിക്കേൾപ്പൂ വിധിയിൽ വിറക്കാത്തോരിബ്രാഹിമേ മദിനി വിജയിച്ച പ്രിയ റസൂലേ വിധിയിൽ വിറക്കാത്തോരിബ്രാഹിമേ മദിനി വിജയിച്ച പ്രിയ റസൂലേ
ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാ, തക്ബീറോട് കൂടിയിട്ടാണ് നമ്മുടെ ആയിഷ മോള് പാട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഷബീലെ, നമ്മളെ അടുത്തൊരു പാട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ? അടുത്ത പാട്ടുമായി നമ്മളോടൊപ്പം ചേരുന്നത് ആയിഷ ഫഹ്മിദ, 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അൽ ഖൊബാർ അറേബ്യ കോബാർ മദ്രസയിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ ഫഹ്മിദയുടെ പാട്ട് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നൊന്ന് ചെല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ചനാഥനെന്ന്. രണ്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. മൂന്നൊന്ന് ചെല്ലുമ്പോൾ ഓർമ്മ വേണം, മൂന്നാള് യാത്രക്ക് നല്ലതിന്. നാലെന്ന് ചെല്ലുമ്പോൾ ഓർമ്മ വേണം, നാവിനെ സൂക്ഷിച്ച സ്വർഗമെന്ന്. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, 5 നമസ്കാരം വാജിബെന്ന്. ആറെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, 6 വിശ്വാസം കാരുണ്യെന്ന്. 7 ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, തണലേലുൾ പെർക്കായി നൽകുമെന്ന്. 8 ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, പെട്ടെന്ന് മരണം വന്നും ഏക്കുമെന്ന്. പെട്ടെന്ന് മരണം വന്നും ഏക്കുമെന്ന്, പെട്ടെന്ന് മരണം വന്നും ഏക്കുമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ആയിഷ ഫഹ്മിദ മനോഹരമായിട്ടുള്ള 1 മുതൽ 10 വരെയുള്ള എണ്ണങ്ങളെ ഇസ്ലാമികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഈ ഒരു ഈദ് സുദിനത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു തെൽബിയ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അവസാന സമയങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാട്ട് തന്നെ നമ്മൾക്ക് എണ്ണം പഠിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 മുതൽ 10 വരെ കാര്യങ്ങളിലൂടെ നമ്മളുടെ ചിന്തയിലേക്ക് കുറേയേറെ കാര്യങ്ങൾ ആയിഷ ഫഹ്മിദ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ്, മരണത്തിനെക്കുറിച്ച്, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ ആയിഷ ഫഹ്മിദ കഴിഞ്ഞിട്ടുണ്ട്. ചില മര്യാദകളൊക്കെ നമ്മളിതിലൂടെ പഠിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത്തരം പാട്ടുകൾ നമ്മൾക്ക് കുറേ ഉപകാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത്തരം പാട്ടുകളൊക്കെ നമ്മൾ പഠിക്കുക. അതോടൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അവസാന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ബലി പെരുന്നാളാണ്, ആഘോഷമാണ്, ഒക്കെയാണെങ്കിലും അല്ലാഹു തആല നമ്മൾക്ക് നിഷിദ്ധമാക്കിയ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഈ സ്റ്റാർ ക്വസ്റ്റ് കേട്ടാൽ നമുക്കൊക്കെ അറിയാം, ഇതിലെവിടെ ഒരു മ്യൂസിക് നമ്മൾ കേട്ടിട്ടില്ല. മ്യൂസിക് ഇല്ലാതെയാണ് നമ്മളിതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇസ്ലാം ഹറാമാക്കിയ കുറേയേറെ കാര്യങ്ങളുണ്ട്, മ്യൂസിക്, അതുപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്ന് മാത്രമല്ല, നമ്മൾ ഒരു മഴക്കാലത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. പല പുഴകളും അടുത്തുള്ള തോടുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ കളിക്കാൻ നമുക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് കൊണ്ട്, പെരുന്നാളായതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും പോകുമ്പോൾ ശ്രദ്ധിക്കുക, അപകടങ്ങളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ബലി പെരുന്നാൾ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഞാൻ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് സൈനുൽ ആബിദ് മലപ്പുറം. ഞാൻ സബീൽ പന്നിക്കോട്. അടുത്തൊരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.